നീ നക്ഷത്രങ്ങളുടെ കാവൽക്കാരനാണ് ലിയോ. നിന്റെ പരിസരത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് ശക്തി ആർജിക്കൂ. നക്ഷത്രങ്ങളുടെ ശക്തി എന്നെ സഹായിക്കൂ. നക്ഷത്രങ്ങളുടെ സംരക്ഷകൻ ലിയോ. എനിക്കറിയാമായിരുന്നു നീ ഞങ്ങളെ രക്ഷിക്കാൻ എത്തുമെന്ന്. ഞങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു ലിയോ. ലിയോ, ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിയിരിക്കുന്നു. പ്ലൂട്ടോ ആ സ്ഥാനത്തേക്ക് ചെല്ലാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടോ ഇത് കൊക്കോ കളിയൊന്നുമല്ല. ഒരാൾ ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് മാറുമ്പോ വേറൊരാൾ അവിടെ വന്നിരിക്കാൻ. എന്തായാലും അവരോരുടെ കയറ് നിങ്ങൾ മുറുക്കി പിടിച്ചോ. പ്ലൂട്ടോയിലെ കറക്ക ഇനിയും ബാക്കി കിടക്കുക. അത് ശരി, നിങ്ങൾ എങ്ങനെ ഒരു കുഴപ്പം കൂടാതെ ഇവിടെ എത്തി? ഇത് ചോദ്യം തെറ്റാ. നീ ആദ്യം ചോദിക്കേണ്ടത് നീ ജീവനോടെ എത്ര നേരം ഇവിടെ നിൽക്കുമെന്നാണ്. ആനങ്ങി പോരുത് ബബ്ലി. ഞാൻ ഫ്ലൈയിങ് സോസറിന്റെ പാർട്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിനക്കതിനെ പഴയതുപോലെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനൊന്നും ട്രൈ ചെയ്യാം. ഒന്ന് പെട്ടെന്നാവട്ടെ. ആ നാശം പിടിച്ചവൻ എന്തെങ്കിലും പുതിയ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് പെട്ടെന്നാവട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു, ഇവിടെ എന്ത് സംഭവിച്ചാലും അത് വെക്സറിന്റെ താല്പര്യപ്രകാരമായിരിക്കുമെന്ന്. ഇനി നിന്നെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ബബ്ലി, നീ ഫ്ലൈയിങ് സോസറിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യ്. ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ, എന്നെ ഓടിക്കല്ലേ. അയ്യോ. आता माझी चटकली.
ഇതൊരുമാതിരി പോപ്കോൺ പോലെ പൊട്ടി പൊട്ടി പുറത്തേക്ക് വന്നോണ്ടിരിക്കുവാണല്ലോ. ഇത് പോപ്കോൺ അല്ല, അവിടെ മുകളിൽ ഇരിക്കുന്ന ഏലിയൻസിന്റെ ക്ലോൺസാ. ഇതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ തീർക്കേണ്ടി വരും. വരൂ. ആ, ഇതെന്താ പുതിയ തലവേദന? ആ, ആ, സർവ്വനാശകനും. അയ്യോ, നീ എന്താ കരുതിയത്? ഭൂമിയെ ഐസുകട്ടയാക്കിയിട്ട് പ്ലൂട്ടോയിൽ ഒറ്റയ്ക്ക് രസിക്കാമെന്ന് കരുതിയോ? ഏലിയൻസിനെ ഇനി നീയല്ല, ഞാനാണ് പിടിക്കാൻ പോകുന്നത്. ഞാൻ സർവനാശകൻ.